പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡിൽ ഓട വിവാദത്തിൽ വൻ വഴിത്തിരിവ്. ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് പ്രദേശത്ത് ഒരു കയ്യേറ്റവും നടത്തിയിട്ടില്ല എന്ന് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് അനധികൃത നിർമ്മാണം നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. അതേസമയം ജോർജ് ജോസഫ് ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന് മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ച മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീധരനെ CPIM താക്കീത് ചെയ്തു. കോൺഗ്രസ് അനധികൃത നിർമ്മാണം നടത്തി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ആവശ്യപ്പെട്ടു. PWD റോഡ് കയ്യേറിയത് കൂടാതെ റവന്യൂ പുറമ്പോക്ക് 3 സെൻറ്റ് കയ്യേറിയിട്ടുണ്ട്. അവിടെയാണ് ഈ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് 30,000 രൂപയാണ് ഇപ്പോൾ വാടക മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വാടക വർഷങ്ങളായി വാങ്ങിച്ചിട്ടുള്ള വാടക കണക്ക് കൂട്ടി സർക്കാരിലേക്ക് കൊടുക്കണം. കോൺഗ്രസ് പാർട്ടി തെറ്റായ ഒരു രീതിയാണ് സമൂഹത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് വന്നതോടുകൂടി ഈ ആരോപണം വ്യാജ ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നാണല്ലോ തെളിഞ്ഞിരിക്കുന്നത്. എന്ത് നടപടിയാണ് CPIM ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? വേണു, ആദ്യമേ പറയട്ടെ, ഈ വിഷയത്തിൽ തുടക്കത്തിൽ ചില അടക്കം പറച്ചിലുകൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിലും അത് ആ ഒരു പറച്ചിലായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവാണ് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശ്രീധരനാണ്. KSന്റെ ഈ പ്രതികരണം വന്നതോടുകൂടി ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. കോൺഗ്രസ് അവിടെ പ്രക്ഷോഭം നടത്തി, വലിയ തോതിൽ റോഡിന് മുൻപിൽ റീത്ത് വെച്ചു, ആ ഓടയുടെ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു. അതിനുശേഷം കൊടുമൺ പഞ്ചായത്തിൽ തന്നെ വലിയ ഹർത്താൽ നടത്തി, ബാങ്കുകൾ അടപ്പിച്ചു. അങ്ങനെ വലിയ സമരം, ഒടുവിൽ ഓട നിർമ്മാണമടക്കം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് കൂടാതെ അതിനുശേഷം വലിയ സംഘർഷം ജോർജ് ജോസഫിന്റെ ആ ഭൂമിയുടെ മുൻവശത്ത് വെച്ച് DYFI പ്രവർത്തകരും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ നേതാക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും വരെ ഉണ്ടായി. ഒടുവിൽ കോൺഗ്രസിന്റെ ഒരു ലഡു വിതരണത്തിനിടയിൽ അത് വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ശേഷമാണ്, അന്ന് കയ്യേറിയിട്ടില്ല എന്നായിരുന്നു, ഒരു കയ്യേറ്റവും തങ്ങൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം കീഴ്മേൽ മറിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന അനധികൃതമായി തന്നെയാണ്, അത് പൊളിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിന് ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു നോട്ടീസ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോർജ് ജോസഫിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ 3 വർഷം, ഏതാണ്ട് 4-5 വർഷമായി ഇപ്പോൾ ആ കെട്ടിടം അനധികൃതമായി നിർമ്മിച്ച് അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നത്. 30,000 രൂപയാണ് ആ കെട്ടിടത്തിന്, ഒരു ഫർണിച്ചർ ഷോപ്പാണ് അവിടെ ഉള്ളത്. ആ കെട്ടിടത്തിന് വാടക കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്നത്, ആ മണ്ഡലം കമ്മിറ്റി വാങ്ങിക്കുന്നത്. ആ വാടക പൂർണ്ണമായി സർക്കാർ കണ്ടുകെട്ടണം, ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. തൻ്റെ ഒരു ഭൂമി പോലും കയ്യേറ്റമില്ല, കൃത്യമായി റോഡ് അളന്ന് തിട്ടപ്പെടുത്തി ഏതാണ്ട് 1 സെൻറ്റ് ഭൂമിയോളം തനിക്ക് അധികമായി തന്നു. ആ 1 സെൻറ്റ് ഭൂമി താൻ കൃത്യമായി തന്നെ സർക്കാരിന് വിട്ടുകൊടുത്തു. റോഡ് നിർമ്മാണത്തിന് അത് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ആ 1 സെൻറ്റോളം ഭൂമി സർക്കാരിന് വിട്ടുകൊടുത്തു എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികരണം നടത്തിയ, മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നടത്തിയ CPIM ജില്ലാ കമ്മിറ്റി അംഗം, മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീധരനെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് താക്കീത് ചെയ്തതെന്നാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു. പക്ഷേ മുതിർന്ന നേതാവാണ്, തൽക്കാലം ഈ നടപടി മാത്രം മതി, ഈ വിഷയത്തിൽ ഈ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് കൂടി തീരുമാനിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി CPIM ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കെ ശ്രീധരൻ ഭരിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റായ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസിന് അടിയന്തരമായി നോട്ടീസ് നൽകുക, കോൺഗ്രസിന്റെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കുക, അതിന് വേണ്ട നടപടി സ്വീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജോർജ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന റവന്യൂ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച, സമരം നടത്തിയ, ഹർത്താൽ നടത്തിയ കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.